ശ്രീ VPP മുസ്തഫ, ഒരുപക്ഷെ നേരത്തെ ഈ ന്യൂസ് ആൻഡ് വിഷൻ്റെ തുടക്കത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കോഴിക്കോട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചതിനെ സംബന്ധിച്ചായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും കാലഘട്ടത്തിൽ LDFുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി നൽകുകയും ചെയ്തു. ഞാൻ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ LDF ജനങ്ങൾക്ക് മുൻപിലേക്ക് വച്ചത് എന്താണ്? ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒട്ടേറെ വിഷയങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വരികയും ചെയ്തു. UDF മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമുണ്ട്. അത് മതരാഷ്ട്രവാദികളുമായി ചേർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. അതോടൊപ്പം നിങ്ങൾ LDF മുന്നോട്ട് വെച്ചത് വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ്. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തത്. എന്ത് ആത്മവിശ്വാസത്തിലാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? സജോ, ഇടതുപക്ഷം ഏത് കാലത്തും തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവമായിട്ടാണ് കാണുന്നത്. ആ നിലയിൽ തികഞ്ഞ രാഷ്ട്രീയ മത്സരമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കാറുള്ളത്. നിങ്ങൾ ഏത് കാലത്തെയും തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ മതി. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ബദൽ വികസന കാഴ്ചപ്പാടുകൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമം, സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, ഇതൊക്കെയാണ് ഞങ്ങളുടെ എക്കാലത്തെയും തെരഞ്ഞെടുപ്പ് അജണ്ട. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ തന്നെ ഊന്നിക്കൊണ്ടാണ് ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും, ഇതാണ് ഞങ്ങളുടെ അടിസ്ഥാന നിലപാട്. അത് ഏറ്റവും ശക്തമായി അവതരിപ്പിക്കാനുള്ള നല്ല സാഹചര്യവുമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ, LDF ഗവൺമെന്റ് ആവിഷ്കരിച്ച ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ അതിശക്തമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുവഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വെറുമൊരു ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്നതിനു പകരം പ്രാദേശിക സർക്കാരുകളായി ശാക്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സംസ്ഥാന ഗവൺമെന്റിന്റെ LDF ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ താഴെ തട്ടിൽ അരക്കെട്ടുറപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക സർക്കാരുകളായി വികസിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് തുടക്കം മുതൽ ഞങ്ങൾ ആ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആ സമീപനം തന്നെയാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. എന്നാൽ ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷത്ത് നിന്ന് നമ്മൾ കണ്ടത് എന്താണ്? UDFും BJPയും രണ്ടുപേരും ഒക്കെ ചങ്ങായിമാരായി നിന്ന് പതിവ് പോലെ 4 വോട്ടിന് വേണ്ടി അതിസങ്കുചിതമായ വർഗീയ നിലപാടുകളിലേക്ക് പോവുകയാണ്. മതം, സമുദായം, വിശ്വാസം, ഇത്തരം ചിഹ്നങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് തങ്ങളുടെ അടിത്തറ ദുർബലമാകാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന അന്വേഷണം BJPയും UDFും ഒരുപോലെ നമ്മുടെ നാട്ടിൽ നടത്തിയത്. അപ്പൊ നിങ്ങൾ നോക്കി, ഈ ഒരു മാസത്തോളമായല്ലോ അതിശക്തമായിട്ട് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച എല്ലാ മുന്നണികളും മത്സരരംഗത്ത് ഇറങ്ങിയിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു തരത്തിലുമുള്ള ഗൗരവമായ വിമർശനം, ഈ ഭരണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും പോരായ്മ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അധികാര വികേന്ദ്രീകരണം, ജനകീയാസൂത്രണ പ്രസ്ഥാനം, ഇതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലല്ലോ. അവിടെ തന്നെ അധികാര വികേന്ദ്രീകരണത്തിന്റെയും ജനകീയാസൂത്രണത്തിന്റെയും എല്ലാം കാര്യത്തിൽ ഇടതുപക്ഷം എടുത്ത നിലപാട് പ്രതിപക്ഷത്തിന് പോലും അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം കേരളത്തിലെ കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമെങ്കിലും UDFും BJPയും ഭരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് പോലും നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിട്ട് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അധികാര വികേന്ദ്രണത്തെയും ജനകീയാസൂത്രണത്തെയും കുറിച്ച്, കുടുംബശ്രീ പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു തരത്തിലുമുള്ള ചർച്ച, എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരുന്നത്. അപ്പൊ അത് വെച്ചുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും നിലപാടുകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പോയിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ മറുഭാഗത്ത് നമ്മൾ കണ്ടത് അങ്ങേയറ്റം സാമുദായികമായ വികാരങ്ങൾ ഉദ്ദീപിക്കാൻ ശ്രീ VPP മുസ്തഫ,